നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദേവനാരായണൻ തിരുമേനിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കിടാവിളക്ക് അതേ വീട്ടിൽ തന്നെ തിരിച്ചെത്താൻ അധികം സമയം വേണ്ട. വെട്ടി വീഴ്ത്തിയിട്ടേ കൽപ്പന അടങ്ങുമല്ലേ? വീഴ്ത്തണമെന്ന് തോന്നിയ പിന്നെ അങ്ങനെയാ. അത് കഴിഞ്ഞേ കൽപ്പന ഉറങ്ങൂ. നീ ഇതുപോലെ ഫോണെടുത്ത് കയ്യിൽ വെച്ചാലുണ്ടല്ലോ അരിഞ്ഞോളി. ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞതുകൊണ്ടാവും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. നാശം. എല്ലാരും ഇപ്പൊ കഴിക്കാൻ വേണ്ടി വരും. എന്തെടുത്ത് കൊടുക്കാനാ? ഹലോ, നമസ്കാരം. അതെ, ഞാനൊരു ഓർഡർ പറയാൻ വിളിച്ചതാ. പറയൂ മാഡം. അത്യാവശ്യമായിട്ട് ഒരു 10 പേർക്ക് ഊണ് വേണം. സോറി മാഡം, ലഞ്ചിന്റെ ഓർഡറുകൾ ഇനി എടുക്കില്ല. അയ്യോ പ്ലീസ്, ഒരു ഫംഗ്ഷന്റെ കാര്യമാ. ഓൾറെഡി ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നു, അത് എത്താത്തതുകൊണ്ടാ. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ? ബുദ്ധിമുട്ടാണോ? ഞാൻ പിന്നെ കിച്ചണിലൊന്ന് ചോദിച്ചു നോക്കാം. ഒന്ന് ചോദിക്കോ പ്ലീസ്. തമ്പുരാട്ടിയുടെ പാചകം ഏതുവരെയായെന്നൊന്ന് അറിയണമല്ലോ. ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇവള് ഓടിപ്പോയോ? ഹലോ മാഡം, 10 പേരുടെ സദ്യയല്ലേ പറഞ്ഞത്? അഡ്ജസ്റ്റ് ചെയ്യാം മാഡം. അയ്യോ താങ്ക് യു. എത്ര സമയം കൊണ്ട് ഫുഡ് ഡെലിവറി ചെയ്യാൻ പറ്റും? സ്ഥലം പറയൂ മാഡം. ശ്രീകൃഷ്ണപുരത്താ. ഹൈവേന്ന് കട്ട് ചെയ്ത് ഒരു 500 മീറ്ററേ ഉള്ളൂ. കണിമംഗലം തറവാട്. ഓക്കെ, ഞാൻ അഡ്രസ് ഒന്ന് എഴുതട്ടെ, മാഡം പറഞ്ഞോളൂ. ആ ഓ, അപ്പൊ പാചകറാണിയുടെ പാചകം ഏറ്റില്ല. ഹോട്ടലിൽ നിന്ന് വരുത്തി ഞെട്ടിക്കാനുള്ള പ്ലാനാണ്. അതെ, പെട്ടെന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ലഞ്ചിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല മാഡം. അറിയാം, എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ. ആ ഹോട്ടലിന്റെ സദ്യ ഒരു ബ്രാൻഡല്ലേ? എത്രയും പെട്ടെന്ന് കൊടുത്തു വിടണേ. പേയ്മെന്റ് ഞാൻ ഇവിടെ ചെയ്യാം. ഇതാടി ഞാൻ പ്രതീക്ഷിച്ചത്. വരുണിന്റെ ബർത്ത്ഡേ, ദേവനാരായണൻ തിരുമേനിയുടെ മകളുടെ കൈപുണ്യം അറിയാൻ വേണ്ടി കൈ കഴുകി എത്തുന്നവര്. അവരുടെ മുന്നിൽ നീ ഇനി തല ഉയർത്തില്ല മോളെ. എന്തുപറ്റി? ഞാനേ പ്രിയങ്കയുടെ സദ്യവട്ടങ്ങൾ കാണാൻ പോയതാ. എന്നിട്ട് എത്രമാത്രം കറികളാണെന്നോ. അതിന്റെ നിറം കണ്ടാൽ തന്നെ കൊതിയാവും. സത്യമാണോ? അവക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞിട്ട്? എന്റെ ചെറിയമ്മേ,
ഉണ്ണാനിരിക്കുന്നവരുടെ മുമ്പില് വിളമ്പാൻ പാത്രങ്ങളിലൊക്കെ കുറച്ച് കരിക്കട്ടകൾ മാത്രമേ ഉള്ളൂ. അവളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഉച്ചയ്ക്ക് കഴിക്കാനോ? അവള് ഹോട്ടലിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും നല്ലൊരു ഹോട്ടലിൽ നിന്ന്. അത്രയും നല്ല സ്ഥലത്തെ ഭക്ഷണമാണ് അവള് മേശപ്പുറത്ത് വിളമ്പുന്നെങ്കിൽ അവളെ എല്ലാരും അഭിനന്ദിക്കും, അല്ലേ? പിന്നെ ആ ഹോട്ടലിലെ ഭക്ഷണം ബെസ്റ്റ് അല്ലേ? അതിനെ എന്തൊക്കെ റിസ്ക് ഉണ്ട് ഗൗതം. ഓർഡർ ചെയ്ത ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം നമ്മുടെ വീട്ടിലെത്തണം. ആരും അറിയാതെ അവളതൊക്കെ വാങ്ങിക്കണം, അടുക്കളയിൽ എത്തിക്കണം. എന്നിട്ട് നമുക്കതൊക്കെ വിളമ്പി തരണം. ഇതിനിടയില് എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാ അവൾ എന്ത് ചെയ്യും? പാവം കുട്ടി. കൽപ്പനയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ആ ഭക്ഷണം ഇവിടെ എത്താൻ പാടില്ല അല്ലേ? അതെ, ആ ഭക്ഷണം കണിമംഗലത്ത് വരാൻ പാടില്ല. ഉച്ച നേരത്തെ കൈ കഴുകി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നവർക്ക് ശൂന്യതയിൽ നിന്ന് അവൾ എന്ത് വിളമ്പാനാ? പിന്നെ വേറൊരു മാർഗമുണ്ട്. അങ്ങനെ ഒരു നാണക്കേടിന് നിൽക്കാതെ അവൾക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ഫുഡിന്റെ കാര്യം ഞാൻ ഏറ്റു. അത് ഇങ്ങോട്ടെത്തില്ല. ഇതിനു മുമ്പ് ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ കോളമാക്കി കൈ തന്നിട്ടുണ്ട്. ഈ കാര്യം ഗൗതമനെ കൊണ്ട് നടക്കില്ലെങ്കിൽ കൃത്യമായിട്ട് പറയണം. ഞാൻ വേറെ ആളെ കണ്ടെത്തിക്കോളാം. ഇവിടെ എനിക്ക് ജയിക്കാൻ ഒരു അവസരം താ, ഞാനൊന്ന് നോക്കട്ടെ. അല്ല കൽപ്പനെ, നമ്മൾ എന്തിനാ ഈ ഭക്ഷണം തടയുന്നത്? നേരെ അടുക്കളയിലേക്ക് ചെന്ന് ചേച്ചിക്കും അമ്മയ്ക്കും ആ ഭക്ഷണം ഒന്ന് കാണിച്ചു കൊടുത്താ പോരെ? ഇപ്പൊ നമ്മൾ ചെന്ന് വിളിച്ചാലേ മുത്തശ്ശി എന്താ പറയാ? അടുക്കളയിൽ ആരും കേറണ്ടെന്ന് പ്രിയങ്ക പറഞ്ഞിട്ടുണ്ടെന്ന്. അതെന്തായാലും തെറ്റിക്കുന്ന ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല നമ്മളെല്ലാരും സംശയ രോഗികളാണെന്ന് പറയും. എന്തിനാ ചെറിയമ്മേ, നമ്മള് കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല. അല്ലാതെ തന്നെ അവള് ജയിപ്പിച്ചോളും. എല്ലാം കഴിഞ്ഞ് എനിക്ക് അമ്മയുടെ മുഖം ശരിക്കൊന്ന് കാണണം. വരുണിന് പ്രിയങ്കയെ ആദ്യമേ ഇഷ്ടമല്ല. സ്വന്തം പിറന്നാൾ അലങ്കോലമാക്കിയതിന്റെ ദേഷ്യം കൂടെ ആകുമ്പോ എപ്പോ വേണമെങ്കിലും അവരുടെ ദാമ്പത്യ ബന്ധത്തില് ഒരു പൊട്ടിത്തെറി സംഭവിക്കാം. ദേവനാരായണൻ തിരുമേനിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കിടാവിളക്ക് അതേ വീട്ടിൽ തന്നെ തിരിച്ചെത്താൻ അധികം സമയം വേണ്ട. വെട്ടി വീഴ്ത്തിയിട്ടേ കൽപ്പന അടങ്ങുമല്ലേ? വീഴ്ത്തണമെന്ന് തോന്നിയ പിന്നെ അങ്ങനെയാ. അത് കഴിഞ്ഞേ കൽപ്പന ഉറങ്ങും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.